ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് ആഡ്വേർബ്സ്. ഈ ഉദാഹരണം ശ്രദ്ധിക്കുക. ദ ഹോഴ്സസ് കുതിരകൾ, ദെൻ അപ്പോൾ അല്ലെങ്കിൽ ഉടനെ അല്ലെങ്കിൽ പിന്നെ, റാൻ അവകൾ ഓടി, ആ ഹോഴ്സസ് ഓടി, സ്വിഫ്റ്റ്ലി വളരെ വേഗത്തോടു കൂടി, അവേ അവിടെ നിന്നും മാറി ദൂരേക്ക്. അപ്പോൾ വാട്ട് ഈസ് ദ വേർഡ് സ്വിഫ്റ്റ്ലി യൂസ്ഡ് ഫോർ? ഇവിടെ സ്വിഫ്റ്റ്ലി എന്ന വാക്ക് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? ടു ടെൽ ഹൗ ദ ഹോഴ്സസ് റാൻ. ഹോഴ്സസ് കുതിരകൾ ഓടി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുതിരകൾ ഓടിയത് എങ്ങനെയാണ്? സ്വിഫ്റ്റ്ലി വളരെ വേഗത്തോടു കൂടിയാണ്. അപ്പോൾ എങ്ങനെ, ഹൗ ദ ഹോഴ്സസ് റാൻ, ഹോഴ്സസിൻ്റെ ഓട്ടം എങ്ങനെ ആയിരുന്നു, ഹൗ എന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് സ്വിഫ്റ്റ്ലി എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഇനി നോക്കുക, വാട്ട് ഈസ് അവേ യൂസ്ഡ് ഫോർ? അവേ എന്ന വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ടെൽ വേർ ദേ റാൻ. എവിടേക്കാണ് അവ ഓടിപ്പോയത്, അവിടെ നിന്നും വിട്ട് ദൂരേക്ക് പോയെന്ന അർത്ഥമാണ് അവയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വേർ ദേ റാൻ എന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് അവയെ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദെൻ യൂസ്ഡ് ഫോർ? ദെൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഹോഴ്സസ് പിന്നെ അല്ലെങ്കിൽ ഉടനെ ഓടി എന്നല്ല പറയുന്നത്. അപ്പോൾ ടു ടെൽ വെൻ ദേ റാൻ, എപ്പോഴാണ് കുതിരകൾ ഓടിയതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ദെൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ആർ സ്വിഫ്റ്റ്ലി, ദെൻ ആൻഡ് അവേ കോൾഡ്? ഇതിനൊക്കെ വിളിക്കുന്ന പേരെന്താ? ആഡ്വേർബ്സ്. എന്ന് വെച്ചാൽ ആഡ്വേർബ്സ് യൂസ് ചെയ്യുന്നത് പൊതുവെ ടു ഡിസ്ക്രൈബ് വേർബ്സ്, വേർബ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് രീതിയിലാണ് അവ വേർബ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഹൗ, വെൻ ഓർ വെയർ. അതായത് എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് എന്ന്. എൻ ആക്ഷൻ ഇസ് പെർഫോംഡ്, ഒരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്യുന്നത് എങ്ങനെ, എവിടെ, എപ്പോൾ എന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയാണ് ആഡ്വേർബ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വേർബ് ഉണ്ട്, ഇപ്പോൾ റാൻ എന്നുള്ള ഈ വേർബ്, ഓക്കെ, കുതിരകൾ ഓടി, ആ ഓടി എന്ന് സൂചിപ്പിക്കുന്ന റാൻ എന്നുള്ള ഈ വേർബ്, അത് എപ്പോൾ നടന്നു? ദെൻ, അതായത് ഉടനെ അല്ലെങ്കിൽ പിന്നെ. എങ്ങനെ നടന്നു? സ്വിഫ്റ്റ്ലി, ഓക്കെ, അവർ വേഗതയോടെ ഓടിയിട്ടാണ് ഓടിയത്. അവേ, എവിടേക്കാണ് ഓടിയത്? അവേ, ഓക്കെ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ആ വേർബിന്, ആ മൂന്ന് രൂപത്തിലും ആ മൂന്ന് ക്വസ്റ്റ്യന് ഉള്ള ആൻസറായിട്ടാണ് എന്ത് ഈ ആഡ്വേർബ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഇത് നോക്കുക, ഒരു ഉദാഹരണം നോക്കുക. വെരി ഗുഡ് ബോയ്സ് സ്റ്റഡി ഫെയ്ത്ത്ഫുള്ളി. ഇവിടെ ബോയ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ഏതാ? ഗുഡ്. അതേപോലെ തന്നെ ഗുഡ് എന്താ, നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്, ആഡ്ജക്റ്റീവാണ്. അതായത് ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് എന്ത് ഗുഡ്. അതുകൊണ്ട് ഗുഡ് എന്താണ്? ഒരു ആഡ്ജക്റ്റീവാണ്. വെരി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആ ഗുഡിൻ്റെ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാണ്, ഒന്നും കൂടെ എംഫസൈസ് ചെയ്യാണ്, ഒന്നും കൂടെ ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെരി യൂസ് ചെയ്യുന്നത്. വളരെ നല്ല കുട്ടികളെന്നാണ്. അപ്പോൾ വെരി എന്താണ്? വെരിനെ നമ്മൾ അവിടെ ആഡ്വേർബ് തന്നെയാണ് വിളിക്കുക. അതായത് ഒരു ആഡ്ജക്റ്റീവിനെ ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ, അതേപോലെ തന്നെ ഒരു വേർബിനെ ക്വാളിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കിനും നമ്മൾ എന്താ പറയുക? ആഡ്വേർബ് തന്നെയാണ് പറയുക. ഇനി സം ബോയ്സ് സ്റ്റഡി ലെസ് ഫെയ്ത്ത്ഫുള്ളി. ഓക്കെ, ഇവിടെ ഫെയ്ത്ത്ഫുള്ളി എന്നുള്ളത് എന്താണ്? അതും ഒരു ആഡ്വേർബാണ്, ആ സ്റ്റഡീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ലെസ് എന്താണ്? ആ ഫെയ്ത്ത്ഫുള്ളി ൻ്റെ ശക്തി കുറക്കാൻ വേണ്ടിയാണ്, അതും ഒരു ആഡ്വേർബാണ്. ഓക്കെ, അതേപോലെ തന്നെ അപ്പോൾ ആഡ്വേർബിൻ്റെ യൂസേജ് വൈഡ് സ്പ്രെഡ് ആണ്. ഇറ്റ് മേ ബി യൂസ്ഡ് ഇത് ഒരു വേർബിൻ്റെ കൂടെ അതിനെ ഉപയോഗിക്കുക. എന്തിന്? എങ്ങനെയാണ് ആ വേർബ് നടന്നത്, എവിടെ വെച്ചാണ് ആ വേർബ് നടന്നത്, എപ്പോഴാണ് ആ വേർബ് നടന്നത്, ആ ആക്ഷൻ നടന്നത്, ഒരു ആക്ഷൻ എപ്പോഴാണ് നടന്നത് എന്ന് കാണിക്കാൻ വേണ്ടി വേർബിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ആഡ്ജക്റ്റീവിൻ്റെ കൂടെ യൂസ് ചെയ്യാം. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആഡ്ജക്റ്റീവിൻ്റെ കൂടെ, ഇവിടെ ഗുഡിൻ്റെ കൂടെ യൂസ് ചെയ്ത പോലെ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആഡ്ജക്റ്റീവിൻ്റെ കൂടെയും യൂസ് ചെയ്യുക. എന്തിന്? ആ ആഡ്ജക്റ്റീവിൻ്റെ ഒന്നുകൂടെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ആയിരുന്നു, അതായത് ഗുഡാണെങ്കിൽ വളരെ ഗുഡാണ്, വെരി ഗുഡ് എന്നുള്ള ആ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വേറൊരു ആഡ്വേർബിൻ്റെ കൂടെ തന്നെ ഒരു ആഡ്വേർബിനെ യൂസ് ചെയ്യാം. ഇവിടെ ഫെയ്ത്ത്ഫുള്ളി എന്ന് പറയുന്നത് ഒരു ആഡ്വേർബാണ്, പക്ഷെ അത് ലെസ്സാണ്, ലെസ് ഫെയ്ത്ത്ഫുള്ളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഫെയ്ത്ത്ഫുള്ളി എന്ന ആഡ്വേർബിനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി
വേറൊരു ആഡ്വേർബ് യൂസ് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കിട്ടിയത് ആഡ്വേർബ്സ് ഡിസ്ക്രൈബ് ഓർ ക്വാളിഫൈ വേർബ്സ്, ആഡ്ജക്റ്റീവ്സ് ആൻഡ് അതർ ആഡ്വേർബ്സ്. ആഡ്വേർബ്സ് എന്ന് പറയുന്നത് അവ ഡിസ്ക്രൈബ് ചെയ്യും, വിശേഷിപ്പിക്കും, ഓർ ക്വാളിഫൈ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യും. അതായത് ഇത്ര ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര കുറവ്, അല്ലെങ്കിൽ ഇത്ര കൂടുതൽ, അല്ലെങ്കിൽ ഇത്ര ശക്തിയോടെ, അല്ലെങ്കിൽ ഇത്ര ശക്തി കുറഞ്ഞ് എന്ന രീതിയിലൊക്കെ ക്വാളിഫൈ ചെയ്യും. അതായത് ഇങ്ങനെ ഇത്ര മാത്രം ആ രീതിയിൽ. എന്തിനൊക്കെ ക്വാളിഫൈ ചെയ്യും, എന്തിനൊക്കെ വിശേഷിപ്പിക്കും? വേർബ്സിനെ, ആഡ്ജക്റ്റീവ്സിനെ ആൻഡ് അതർ ആഡ്വേർബ്സ്. വേറെ ആഡ്വേർബ്സിനെ തന്നെ ആഡ്വേർബ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ.